കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. കൊറോണ വിതച്ച ദുരിതത്തിൽ നിന്നും കരകയറാനാകാതെ കിതയ്ക്കുകയാണവർ. മഹാമാരി തീർത്ത പ്രതിസന്ധി കൂടാതെ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും നടത്തിവരുന്ന സ്വദേശിവൽക്കരണവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇതിനു പിന്നാലെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡ് മഹാമാരിയിൽ ജോലി നഷ്ടപ്പെട്ട് 1.5 വർഷത്തിനിടെ കേരളത്തിലേക്ക് മടങ്ങിയത് 15 ലക്ഷം പ്രവാസികളെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രവാസികളിൽ വലിയൊരു ശതമാനം പേരും തൊഴിൽ നഷ്ടമായാണ് മടങ്ങിയിട്ടുള്ളതെന്നത് നിലവിലെ സാഹചര്യത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുകയാണ്. കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി സമൂഹം അയക്കുന്ന പണമാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യം കൂടിയാകുന്നു. കേരളത്തിൽ നിന്നുള്ള 20 ലക്ഷത്തോളം പേർ ഈ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്തു വരികയാണ്. അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തിയ പ്രവാസികളുടെ എണ്ണത്തിലെ ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ ഭാവിയിൽ സംസ്ഥാന സാമ്പത്തിക രംഗങ്ങളിലുണ്ടാകുന്ന ചലനങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും എന്നും സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 10 ലക്ഷത്തോളം പേരാണ് ജോലി നഷ്ടമായവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ജൂൺ 18-ന് സർക്കാർ പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരമാണിത്. അതേസമയം ഇവരിൽ എത്ര പേർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ അനിശ്ചിതത്വത്തിലാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴി മെയ് 2020 മുതലുള്ള 12 മാസക്കാലം പുറത്തേക്ക് യാത്ര ചെയ്തത് 27 ലക്ഷം പേരാണ്. കൂടാതെ 14,63,176 ആളുകളാണ് ഇക്കാലയളവിൽ നാട്ടിലേക്ക് മടങ്ങിയതെന്ന് നോർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരിൽ 10,40,288 പേർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. ഇതുവരെ നാട്ടിലേക്ക് മടങ്ങിയവരുടെ എണ്ണത്തിന്റെ 70% വരുന്നത് 2.90 ലക്ഷം പേർ വിസ കാലാവധി കഴിഞ്ഞതടക്കമുള്ള കാരണങ്ങളാൽ മടക്കയാത്ര നടത്താനാവാത്തവരാണ്. UAE, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മടങ്ങിയെത്തിയവരിൽ 96%. ഇവർക്ക് നാട്ടിൽ തൊഴിലെടുക്കാനോ സംരംഭങ്ങൾ ആരംഭിക്കാനോ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണിത്. മടക്കയാത്രയ്ക്ക് വിമാന സർവീസുകൾ അനിശ്ചിതമായി നീളുന്നതും പലരെയും ആശങ്കയിൽ ആഴ്ത്തുന്നു. അതേസമയം നാട്ടിലേക്ക് മടങ്ങിയവരിൽ എത്ര പേർ തിരിച്ചുപോയിട്ടുണ്ട് എന്നത് സർക്കാർ കണക്കുകളിൽ എടുത്തിട്ടില്ലെന്ന് നോർക്ക റിക്രൂട്ട്മെന്റ് മാനേജർ അജിത് കൊളശ്ശേരി പറഞ്ഞു. കൂടാതെ തൊഴിൽ നഷ്ടമായ 10.45 ലക്ഷം പേരിൽ 1.70 ലക്ഷം ആളുകൾ മാത്രമാണ് നിലവിൽ അടിയന്തര സഹായധനമായ 5000 രൂപയ്ക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത്. 1.30 ലക്ഷം പേർക്ക് സഹായധനം നൽകി കഴിഞ്ഞു. അവശേഷിക്കുന്നവരുടെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.